ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ദൈവം നമുക്ക് എല്ലാവർക്കും സ്കിന്ന് തന്നിട്ടുണ്ട്. ആ സ്കിന്നിനെ നമ്മൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്കിന്നിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവരുടെ അറിവിലേക്കായി നമ്മുടെ സ്കിന്നിനെ 3 പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്, അങ്ങനെ 3 പാളികളായിട്ടാണ് നമ്മുടെ സ്കിന്നിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ മേൽഭാഗത്തുള്ള ഭാഗമാണ് എപ്പിഡെർമിസ്, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നടുഭാഗത്തുള്ള ഭാഗമാണ് ഡെർമിസ്, മൂന്നാമത്തെ ഭാഗമാണ് ഹൈപ്പോഡെർമിസ്. ഇങ്ങനെ 3 പാളികളായിട്ടാണ് നമ്മുടെ സ്കിന്നിനെ തിരിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ സ്കിൻ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 തരം സ്കിൻ ടൈപ്പുകളാണുള്ളത്. ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന്, ഇങ്ങനെ 4 ടൈപ്പ് സ്കിന്നാണുള്ളത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഓയിലി സ്കിന്നിന് പറ്റിയ ഒരു സൂട്ടബിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഒരു ഫെയർനെസ് ക്രീമാണ്. അത് മോയ്സ്ചറൈസിങ് ക്രീം, നൈറ്റ് ക്രീം, അത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു ക്ലെൻസറായിട്ട് കൂടി അപ്ലൈ ചെയ്യാം. ഈ ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് കാണപ്പെടുന്ന ഒരു ഔഷധ പുഷ്പം ഉപയോഗിച്ചാണ്. ആ പുഷ്പത്തിൻ്റെ വീഡിയോ നമ്മൾ പല രീതിയിൽ ഇട്ടിട്ടുണ്ട്. സ്കിൻ കെയറിൽ ഇത് ആദ്യമായിട്ട് സ്കിന്നിനെ ആ പൂവും ആ ഫ്ലവർ എത്രത്തോളം ഉപകാരപ്പെടുന്നത് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എത്ര ജോലി തിരക്കാന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയം നമുക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്നുകൊണ്ട് സ്കിന്നിനെ ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ ഓയിലി സ്കിന്നിനുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ ക്രീം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും അതിൻ്റെ ഗുണഗണങ്ങൾ എങ്ങനെയാണെന്നും ആ ഫ്ലവറിൻ്റെ ഗുണഗണങ്ങൾ എങ്ങനെയാണെന്നും നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരാം. ഹെയറിന് ഉള്ളിലോട്ട് കഴിക്കാൻ മാത്രമല്ല സ്കിന്നിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പുഷ്പമാണ് നമ്മുടെ ചെമ്പരത്തി പൂ. സ്കിന്നിലെ കൊളാജൻ്റെ അളവ് കൂട്ടുന്നു, ചുളിവുകളൊക്കെ മാറ്റി കൂടുതൽ മൃദുവാക്കുന്നു. നമ്മളൊരു ചെമ്പരത്തിപ്പൂ ഒരു പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നല്ലതായിട്ട് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത്. ആ ജ്യൂസിൽ ചെറിയ ചെറിയ തരികളൊക്കെ കാണും. ആ സാധനമില്ല, നമ്മുടെ ക്രീമിന് കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. 98% വാട്ടറായിട്ടുള്ളതാണ് അലോവേര ജെല്ലിൽ. അത് നല്ല സ്കിന്ന് നമ്മുടെ മോയ്സ്ചറൈസ് സ്മൂത്ത് ആക്കാനും ഒക്കെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആകാനും നമ്മുടെ ഈ അലോവേര സഹായിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിലി സ്കിന്നോട് വാട്ടർ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ബദാം ഓയിലാണ്. ആരോഗ്യ ഗുണത്തേക്കാൾ പുറമെ ഒട്ടനവധി സൗന്ദര്യ ഗുണങ്ങൾ ഒന്നാണ് നമ്മുടെ ഈ ബദാം ഓയിൽ. അത് നമ്മുടെ സ്കിന്നിനെ ആഴത്തിൽ മോയ്സ്ചറൈസർ ആക്കി വെക്കുന്നു. സ്കിന്ന് സോഫ്റ്റ് ആകാനും സൺടാൻ മാറാനും കണ്ണടിയിലെ കറുപ്പൊക്കെ മാറാനും ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. സ്കിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഇ. ഒട്ടുമിക്ക എല്ലാ സൗന്ദര്യ സംരക്ഷണ പ്രോഡക്റ്റിലും ഇത് ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ ഫ്രീ റാഡിക്കളെ ചെറുക്കാനും സ്കിന്ന് നല്ല ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് വെക്കാനും യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളിലിട്ട് സൂക്ഷിച്ച് വെക്കാം. ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യും. ഓയിലി സ്കിൻ ഉണ്ടാകുന്നത് സെബം പ്രൊഡക്ഷൻ്റെ അമിതമായിട്ടുള്ള സെബം പ്രൊഡക്ഷൻ കൊണ്ടാണ് നമ്മുടെ ഓയിലി സ്കിൻ ഉണ്ടാകുന്നത്. അത് ജന്മന ഉണ്ടാകും, ചില ഫുഡുകളിൽ നിന്നുണ്ടാകും, നമ്മുടെ ക്ലൈമറ്റിൽ നിന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ക്രീം ഉപയോഗിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സ്കിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോട് സെലക്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൂടെ ഒന്ന് ഷെയർ ചെയ്തു.